നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഗ്നൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ അതിന്റെ അവസാനത്തെ ഫേസിലോട്ട് പോകുമ്പോഴത്തേക്കും ഡെലിവറിയുടെ പെയിൻ അതൊക്കെ വരുമ്പോൾ കുറച്ചൊരു വിഷമവും കുറച്ചൊരു ആങ്സൈറ്റിയും ഒക്കെ വരുന്ന ഒരു പീരീഡാണ്. അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഈ ഡെലിവറി ആയിട്ട് അസോസിയേറ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഡെലിവറി പെയിനെ ശരിക്കും പേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അത് മാറ്റാനായിട്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ? ശരിക്കും ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെലിവറി പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് വേണമെങ്കിൽ പെയിൻലെസ് ആയിട്ടുള്ള ഡെലിവറി നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പെയിൻലെസ് ആയിട്ടുള്ള ലേബർ നമ്മൾ പറയും. വേദനരഹിത പ്രസവം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പണ്ട് കാലം മുതലേ ഉള്ള ഒരു പ്രോസസ്സാണ് ഡെലിവറിയുടെ പെയിൻ, അതിനെപ്പറ്റിയുള്ള ആങ്സൈറ്റി, അതിനെപ്പറ്റി ഓർത്തുള്ള ടെൻഷനൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ടത്തെ ഒക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെയിൻ റിലീഫിനുള്ള മെഡിസിൻസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതുപോലെ അല്ല. ഒത്തിരി അധികം സേഫും ഇഫക്റ്റീവും ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് പ്രസവത്തിന്റെ കാര്യം. അപ്പൊ പ്രസവത്തിന്റെ സമയത്തുള്ള വേദന മാറ്റാനും ഒത്തിരി അധികം മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നും നമ്മൾ മെയിൻ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ എപ്പിഡ്യൂറൽ അനാൽജീസിയെ പറ്റിയാണ്. ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ വേദനിച്ച് തന്നെ പ്രസവിക്കണം, വേദനിച്ച് പ്രസവിച്ചാലേ നമ്മുടെ കുഞ്ഞിനോട് നമുക്ക് സ്നേഹം വരുള്ളൂ. അതിലൊക്കെ വിശ്വസിക്കുന്നവർ ഇപ്പോഴും എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് വേദനരഹിതമായിട്ട് തന്നെ ആ ഒരു ഡെലിവറി പ്രോസസ്സിലൂടെ കടന്നു പോവാമെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യണ്ടേ? അത് നമുക്ക് ചൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ നഷ്ടമൊന്നുമില്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ ഇത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും ഡിസൈഡ് ചെയ്യാം ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ ഇത് വേണമോ വേണ്ടയോ എന്ന്. അപ്പൊ വേണോ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്ന് പറയുന്നത് ആക്ച്വലി ആ പേര് പോലെ തന്നെ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു സ്പേസിലാണ് നമ്മൾ ഈ വേദന മാറ്റാനായിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്നുള്ള പേര് വന്നേക്കുന്നത്. അതായത് അനാൽജീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ റിലീഫ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതില് എന്താണ് ഈ പ്രൊസീജിയർ? നമുക്ക് യൂഷ്വലി ഇപ്പൊ സിസേറിയൻ കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മേജർ സർജറി ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്നത്. സ്പൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത് മരവിപ്പിച്ചിട്ട് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന സ്പേസ് വ്യത്യാസമാണ്. മെഡിക്കലി നമ്മുടെ കൊടുക്കുന്ന സ്പേസ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ കാല് മരവിപ്പിച്ചു പോവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. വേദന എന്ന് പറയുന്ന ആ ഒരു പാർട്ട് മാത്രമേ മാറ്റി വെക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് സെൻസറി പാർട്ട് മാത്രം. അല്ലാതെ കാലിന്റെ മൂവ്മെന്റ്സിനൊന്നും വലിയൊരു ചേഞ്ച് വരില്ല. പക്ഷെ പെയിൻ എന്നുള്ള ആ ഒരു ഫാക്ടർ മാറി നിൽക്കും. ബാക്കി എല്ലാ സെൻസേഷനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഞ്ഞിനെ പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഡെലിവറി നടക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ സെൻസറി പാർട്ട് മാത്രം ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയറിന് മെയിൻ ആയിട്ട് വേണ്ട രണ്ട് സംഗതികളാണ് നമ്മുടെ എപ്പിഡ്യൂറൽ കത്തീറ്റർ എന്ന് പറയുന്നത്. എപ്പിഡ്യൂറൽ കത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മുടിയുടെ കാട്ടിലും കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ത്രെഡ് പോലുള്ള ഒരു സാധനം ഉണ്ടാവും. അതുപോലെ ഒരു എപ്പിഡ്യൂറൽ നീഡിലും ഉണ്ടാവും. അപ്പൊ ഈ നീഡില് വെച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് അനാൽജീസിയ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പല രീതിയിലെ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ഇനിഷ്യലി നമ്മൾ കൺസെന്റ് എടുക്കും. ഇതുപോലെ വേദനരഹിത പ്രസവത്തിന് താല്പര്യമുണ്ട്, ഇതുപോലെയാണ് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമേ ഒരു കൺസെന്റ് എടുക്കും. അതിനുശേഷം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റിനെ, അതായത് ഈ അനസ്തീഷ്യ ഒക്കെ കൊടുക്കുന്ന ഡോക്ടറിനെയാണ് നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പം എന്താ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി പൊസിഷൻ ചെയ്യും, ഗർഭിണിയെ പൊസിഷൻ ചെയ്യും. പൊസിഷൻ ചെയ്യുന്ന ഒന്നിയിൽ കിടത്തിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇരുത്തിയിട്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നടുഭാഗത്ത് ആന്റിസെപ്റ്റിക് ലോഷൻ വെച്ച് നന്നായിട്ട് സ്റ്റെറൈലാക്കും, ക്ലീൻ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ചെറുതായിട്ട് ലോക്കലി ഒന്ന് മരവിപ്പിക്കാനായിട്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കും.
അതിനുശേഷമാണ് ഈ എപ്പിഡ്യൂറൽ കത്തീറ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെറിയൊരു നീഡിൽ പോലെയാണ്, ഞാൻ പറഞ്ഞ പോലെ തിന്നായിട്ടുള്ള ഒരു ത്രെഡ് അതിനകത്തൂടെ പാസ് ചെയ്യണം. അപ്പൊ അത്ര ചെറിയ സൂചിയാണെന്ന് ഓർത്തോണം. ഈ പലരും പറയും അയ്യോ നട്ടലിന് കുത്തുന്നു, അങ്ങനെയാണ് മരവിപ്പിക്കുന്ന, അങ്ങനത്തെ ഒരു പ്രൊസീജിയറേ അല്ല ഇത്. നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്ന ഒരു സിംഗിൾ അസ്ഥിയല്ല, ഒറ്റ ഒരു അസ്ഥിയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കുനിയാനോ നിവരാനോ ഒന്നും പറ്റത്തില്ല, സ്റ്റഡി ആയിട്ട് നിൽക്കാനും ഇരിക്കാനും മാത്രമേ പറ്റുള്ളൂ. അപ്പോ പല പല അസ്ഥികളുടെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ സ്പേസിലാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അല്ലാതെ അസ്ഥിയിൽ കുത്തി ഇഞ്ചക്ഷൻ എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന പ്രൊസീജിയറേ അല്ല. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എപ്പിഡ്യൂറൽ സ്പേസ് ഉണ്ട്, അതുവഴിയാണ് ഈ ഞരമ്പുകളൊക്കെ പോകുന്നത്, നമ്മുടെ സ്പൈനൽ നെർവ്സ് എന്ന് പറയും. അപ്പൊ ഈ ഞരമ്പുകളെ നമ്മൾ മരവിപ്പിച്ചിട്ടാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ പോസിബിൾ ആവുന്നത്. അപ്പൊ ഏത് മുതൽ ഏത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വയറിന്റെ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഉള്ള വയറിന്റെ ഒരു പൊക്കിൽ മുതൽ ഒരു കാലിന്റെ മുട്ടിന് മേളിൽ വരെ അത്ര ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സെൻസേഷൻ കുറയുന്നത്, അതായത് പെയിന്റെ സെൻസേഷൻ പ്രധാനമായിട്ട്. അപ്പൊ ആ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ആ നീഡിൽ റിമൂവ് ചെയ്യും, ഈ ത്രെഡ് മാത്രം വെച്ചേക്കും. അതിനകത്ത് പെയിൻ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കും, മെഡിസിൻ കൊടുക്കും. ഇതാണ് നമ്മുടെ യൂഷ്വലി ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇത് എപ്പം ഇടാൻ പറ്റും? പണ്ടത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വികാസം, അതായത് ഉള്ളു പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വികാസത്തിൽ മാത്രമേ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ പ്രോട്ടോകോൾ ഒക്കെ മാറിയത് വെച്ച് ഗർഭിണി എപ്പോൾ ആവശ്യപ്പെട്ടാലും നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതായത് വേദന ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ലെവല് ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിക്കും. ഇന്ന ടൈം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുകയാണ്, അതായത് പെട്ടെന്ന് ഡയലേറ്റ് ചെയ്ത് വരികയാണ്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ നല്ലപോലെ ഡയലേറ്റ് ചെയ്തിരിക്കുകയാണ്, ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുകയാണ്, അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പൊതുവേ ഈ പ്രോസസ് പറയാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്ത് ഉടനെ തന്നെ പ്രസവിക്കും. അപ്പം ശരിക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കാര്യമായിട്ട് കിട്ടത്തില്ല. കാരണം നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഒരു 10-15 മിനിറ്റ് എടുക്കും ആ പെയിൻ റിലീഫ് വരാനായിട്ട്. അപ്പം ഇതിന്റെ എന്തോരം എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 95% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണിത്. പക്ഷെ ഈ പല തെറ്റിദ്ധാരണകൾ കാരണവും ഇതിന് കോംപ്ലിക്കേഷൻസ് വരുമോ എന്നൊക്കെ പേടിച്ചും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഒരു 10% താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം സേഫും വളരെയധികം പെയിൻ റിലീഫിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ പെയിൻ സ്കെയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10/10 ആണ് ഫുൾ പെയിൻ ഉള്ളതെന്ന് വിചാരിക്കുക. കാരണം പെയിൻ സ്കെയിൽസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനയുള്ള ഒരു പെയിൻ ആയിട്ടാണ് നമ്മുടെ ഈ ലേബർ പെയിനെ ഡോക്യുമെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 10/10 ആണ് ഇനിഷ്യലി ഉള്ള പെയിൻ എന്ന് വിചാരിക്കുക. ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു 2-3 ആക്കാനായിട്ട് പറ്റും. ഒരിക്കലും 0 ആക്കാനായിട്ട് പറ്റില്ല, 2-3 വരെ മാക്സിമം ആക്കാനായിട്ട് പറ്റും. പക്ഷെ ആക്ച്വലി ഒരു ഗർഭിണിക്ക് അത് തന്നെ മതിയാവും. കാരണം നമ്മൾ 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പുഷ് ചെയ്യാനും അതൊന്നും സാധ്യമല്ല. അപ്പൊ ഈ 2-3 ഒക്കെ ആക്കുമ്പോൾ തന്നെ പലരും നമ്മൾ കണ്ടിട്ടുണ്ട്, എടുത്തു കഴിയുമ്പോഴത്തേക്കും അതുവരെ കരഞ്ഞുകൊണ്ടിരുന്നവര് ഒന്നില് റിലാക്സ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന കാണാം. ചിലർക്ക് അതുവരെ അനുഭവിച്ച ടെൻഷൻ ഇതൊക്കെ റിലീവ് ചെയ്ത് അവർ ചിലപ്പോൾ ഉറങ്ങുന്ന കാണാം. ആ രീതിയിൽ റിലാക്സ്ഡ് ആവും. അപ്പോ പെയിൻ റിലീഫ് മാത്രമാണോ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. വേറെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ള പ്രൊസീജിയർ ആണിത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഡെലിവറി സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നു എന്ന് വിചാരിക്കുക, അതായത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പൊസിഷൻ കറങ്ങി തിരിഞ്ഞ് വന്നില്ല കറക്റ്റ് ആയിട്ട്, എമർജൻസി ആയിട്ട് ഒരു സിസറിന് വേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത് അല്ലെങ്കിൽ പിന്നെ വീണ്ടും അനസ്തീഷ്യ കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഈ കത്തീറ്റർ വെച്ചിട്ടുണ്ട്, എപ്പിഡ്യൂറൽ കത്തീറ്റർ വെച്ചിട്ടുള്ളപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ മെഡിസിൻ കുറച്ചുകൂടെ ഡോസ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അത് വെച്ച് തന്നെ നമുക്ക് സിസേറിയനായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കോമൺലി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽസ് ഒക്കെ ഒത്തിരി കുറയും ഡെലിവറി സമയത്ത്. ഈ ഒരു പ്രൊസീജിയറിൽ വേദന മാറിക്കഴിയുമ്പോൾ അപ്പൊ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഡെലിവറി പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നോർമലി ഒരു നല്ല പെയിൻ വന്നിട്ട് ഡെലിവറി ചെയ്യാൻ ചിലപ്പോൾ ഒരു 7-8 മണിക്കൂർ എടുക്കുന്ന ഒരു ഗർഭിണിയാണെങ്കിൽ ചിലപ്പോൾ ഈ എപ്പിഡ്യൂറൽ അനൽജസിയ ഇട്ട് കഴിയുമ്പോൾ നല്ല ഇഫക്റ്റീവ് ആണ് അവരെ സംബന്ധിച്ച് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ പകുതി സമയം മതിയാവും. 3 മണിക്കൂറോ 4 മണിക്കൂറോ കൊണ്ട് അവർ പ്രസവിക്കും. അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സെർവിക്സ്, യൂട്രസിന്റെ താഴ്ഭാഗം വികസിക്കുകയും കുഞ്ഞ് താഴോട്ട് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലേബർ റൂമിൽ ഇറങ്ങി നടക്കാനോ
അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മുട്ട് വരെ ഇച്ചിരി മരവിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ബലം കിട്ടത്തില്ല നടക്കാനൊക്കെ. അപ്പോൾ അഥവാ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ബെഡ് പാൻ ഒക്കെ വെച്ച് ആ രീതിയിൽ പോകേണ്ടി വരും. പിന്നെ നല്ലപോലെ ഇഫക്റ്റ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ യൂറിൻ പോകാനായിട്ട് കത്തീറ്റർ ഇടേണ്ടി വരാം. അതൊക്കെ വളരെ റയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെ ഒരു കോമൺലി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ BP കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതും നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ഓൾറെഡി 1-2 ഡ്രിപ്പ് ഇട്ടതിന് ശേഷമായിരിക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പൊ ആ ഡ്രിപ്പ് ഇടുന്ന വഴി നമുക്ക് BP മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. BP ഒത്തിരി കുറഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ മോണിറ്ററിങ് സ്ട്രിക്റ്റ് ആയിരിക്കും എപ്പിഡ്യൂറൽ അനാൽജീസിയ ഓപ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിന്. അതായത് ഫുൾ ടൈം പൾസ് നോക്കും, ബ്ലഡ് പ്രഷർ നോക്കും. കാരണം ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ അത്രയും നമ്മൾ സ്ട്രിക്റ്റ് മോണിറ്ററിംഗിലായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ആ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ 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 റയർ ആണ്. പിന്നെ ചിലർ പറയാറുണ്ട്, അയ്യോ നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ പ്രസവിക്കുകയാണെങ്കിൽ പിന്നെ ഡെലിവറി കഴിയുമ്പോൾ ഫുൾ നടുവേന വരത്തില്ലേ, അല്ലെങ്കിലേ എനിക്ക് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈം നടുവേനൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞാലും അത് മാറത്തില്ല, ഇത് കൂടി പോവുമല്ലോ, നടുവേന മാറാതെ നിൽക്കുമല്ലോ. ആക്ച്വലി അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ പറഞ്ഞ പോലെ നട്ടലിന് കുത്തിയല്ല ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പം ആ ഇൻ ബിറ്റ്വീൻ ഉള്ള സ്പേസിലാണ്. ആ ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ഒരിക്കലും നടുവേന വരില്ല. പ്രസവശേഷമുള്ള നടുവേന വരുന്നത് മെയിൻ ആയിട്ട് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാരണം നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് എല്ലാ ജോയിന്റ്സും അല്ലെങ്കിൽ ലിഗമെന്റ്സും എല്ലാം കുറച്ചൊന്ന് ലാക്സ് ആവുന്നുണ്ട്. കുഞ്ഞ് നമ്മുടെ ഈസി ആയിട്ട് ബർത്ത് കനാലിൽ കൂടെ ഇറങ്ങി വരാനായിട്ട് ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാം കുറച്ച് ലാക്സ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു നടുവേന വരാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫീഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള കാൽഷ്യം ആണ് പാലിൽ കൂടെ മെയിൻ ആയിട്ട് കുഞ്ഞിന് പോകുന്നത്. അപ്പൊ അമ്മ കാൽഷ്യം പ്രോപ്പറായിട്ട് സപ്ലിമെന്റേഷൻ എടുത്തില്ലെങ്കിൽ അമ്മയുടെ അസ്ഥികളിൽ നിന്നുള്ള കാൽഷ്യം ആയിരിക്കും പാല് വഴി കുഞ്ഞിലേക്ക് പോകുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യുന്ന അത്രയും നാളും കാൽഷ്യം സപ്ലിമെന്റ് എടുത്തില്ലെങ്കിൽ ഇതുപോലെ അത് റിലേറ്റഡ് ആയിട്ട് ബോൺ ലോസ് വരാനും അതുപോലെ നടുവേനയൊക്കെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. അല്ലാതെ ഈ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ആർക്കും നടുവേന വരത്തില്ല. പിന്നെ ചിലർക്ക് സംശയമാണ്, അയ്യോ ഞരമ്പിന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞരമ്പിന് എന്തെങ്കിലും ഡാമേജ് വന്നു പോവോ? ആക്ച്വലി അതിനുള്ള ചാൻസ് ഒരു 0.001% വേണമെങ്കിൽ പറയാം. അത് തന്നെ അഥവാ എന്തെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറി വരുന്നുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യും. അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ടെൻഷന്റെ ആവശ്യമേ ഇല്ല. പിന്നെ വളരെ അപൂർവം പേർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഇപ്പൊ 1 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ പൊസിഷൻ ചെയ്യാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ ഒന്നും സാധിച്ചില്ല എന്ന് വരും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് എക്കോസ്പിരിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ BP വരുന്ന പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ എക്കോസ്പിരിൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ലേബർ പെയിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഒക്കെ വരാൻ, ആ ഭാഗത്ത് എപ്പിഡ്യൂറൽ സ്പേസിൽ ബ്ലീഡിംഗ് ഒക്കെ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എക്കോസ്പിരിൻ കഴിച്ചുകൊണ്ട് നമ്മൾ ഡെലിവറി പെയിൻ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിന് ചെറിയ വളവുകളൊക്കെ കാണും. അപ്പൊ ഈ അനസ്തീഷ്യോളജിസ്റ്റ് വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രോപ്പറായിട്ട് ആ സ്പേസ് കിട്ടുന്നില്ല. അപ്പം നട്ടല് വളഞ്ഞാണ് ഇരിക്കുന്നെങ്കിൽ ആ പ്രോപ്പറായിട്ട് ആ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിക്കാതെ വന്നേക്കാം. പിന്നെ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിന്റെ ഭാഗത്ത് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഫംഗൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് പെർസിസ്റ്റ് ചെയ്യാണ് ഡെലിവറി സമയത്തും ഉണ്ടെങ്കിൽ ആ ഭാഗത്തുകൂടി ഇഞ്ചക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അണുബാധ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻസിലൊക്കെ മാത്രമാണ് നമ്മൾ പൊതുവേ എപ്പിഡ്യൂറൽ ഒഴിവാക്കുന്നത്. പിന്നെ ആൾക്ക് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, ഇപ്പൊ മറുവിള താഴെ അല്ലെങ്കിൽ മറുവിള വിട്ടുപോരുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രൊഫ്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അനാൽജസിയ ഒന്നും കൊടുത്ത് വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ പൊതുവെ ഇതങ്ങ് ഒഴിവാക്കുകയാണ് നല്ലത്. അല്ലാത്ത എല്ലാ ആൾക്കാർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ റിലീഫിന് നല്ല ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഡെലിവറി സമയത്ത് മാത്രമല്ല ശരിക്കും പറഞ്ഞ എപ്പിഡ്യൂറൽ അനാൽജസിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടായിരിക്കും യൂഷ്വലി കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരിക. എപ്പിസിയോട്ടമി നമ്മൾ പറയും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഒരു എപ്പിഡ്യൂറൽ അനാൽജസിയ ഉണ്ടെങ്കിൽ ആ സമയത്തും പെയിൻ റിലീഫ് ഉണ്ടാവും ഗർഭിണിക്ക്. അതുപോലെ തന്നെ നമ്മളെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ ഒത്തിരി പെയിനൊക്കെ സഹിച്ച് ഒരു പ്രൊലോങ്ഡ് ലേബർ ആയിട്ട് ഡെലിവറി ചെയ്യുന്നവർക്കാണ് പൊതുവേ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 2
പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദന കാണത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേറ്റിലോട്ട് പോകാനുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രൊലോങ്ഡ് ലേബർ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും കൊണ്ട് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പൊതുവെ കുറഞ്ഞു ഇരിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. കാരണം കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പിഡ്യൂറൽ അനൽജേസിയ ഇട്ട് ഡെലിവറി ചെയ്യുന്ന ഒരാളും അല്ലാത്ത ഒരാളും വെച്ച് നോക്കുമ്പോൾ അവരുടെ കുറച്ചുകൂടി റിക്കവറി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ കുറച്ചുകൂടെ അവർ ആക്റ്റീവായിട്ട്, ഇപ്പൊ ബേബിയെ നോക്കാനാണെങ്കിലും ഫീഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. കാരണം ഒത്തിരി പെയിൻ സഹിച്ച് ഒത്തിരി ടയറിങ് ആയിട്ട് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് ഇച്ചിരി ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ ഇച്ചിരിയും കൂടി ടൈം എടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ജനറലി നമ്മൾ എപ്പിഡ്യൂറൽ അനൽജേസിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ പല പല ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡെലിവറി സമയത്ത് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഹസ്ബൻഡുമായിട്ടാണെങ്കിലും ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാം ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതിന്റെ നല്ല വശങ്ങൾ എന്താണ്, ഇതിന് എന്തൊക്കെ ഇഷ്യൂസ് വന്നേക്കാം എന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഓപ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കാം. കാരണം പെയിൻ ആയിട്ട് പിന്നെ നമ്മൾ ആലോചിച്ച് ഡിസൈഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പെയിൻ റിലീഫ് കിട്ടണം എന്നില്ല. 2-3 മണിക്കൂർ നല്ല പെയിൻ സഹിച്ചതിന് ശേഷം പിന്നെ ഇത് ഇടുന്നതുകൊണ്ട് വലിയൊരു യൂസും ഇല്ല. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്യുക, അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഉള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക, അതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പലരുടെ അടുത്തും ആന്റിനേറ്റൽ പീരീഡിൽ ഗർഭിണിയായിരിക്കുന്ന ലാസ്റ്റ് ഒരു 3 മാസമൊക്കെ ചെക്കപ്പിന് വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവരത്ര ഒരു വില്ലിങ് ആവത്തില്ല. കുഴപ്പമില്ല, ഞാൻ വേദന സഹിച്ചോളാം എന്നൊക്കെയുള്ള മട്ടായിരിക്കും. പക്ഷെ ഇനിഷ്യലി നമ്മൾ വേദന തുടങ്ങുമ്പോൾ, കോൺട്രാക്ഷൻസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വേദനയെ കാണുള്ളൂ. അപ്പം അത് ഓക്കെ, ഇതാണോ പെയിൻ എന്നാ നമുക്ക് സഹിക്കാമല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും മിക്കവർക്കും. പക്ഷെ ഇനിഷ്യലി ഉള്ള പെയിന്റ് ചിലപ്പോൾ ഒരു 3-4 ഇരട്ടി ആവും കുറച്ച് അങ്ങോട്ട് പെയിൻ കൂടി വരുമ്പോൾ. അങ്ങനെ മാത്രമേ നമുക്ക് പ്രസവം പോസിബിൾ ആവത്തുള്ളൂ. അപ്പം രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ട് യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നതിന്റെ, ഗർഭപാത്രം കൺട്രാക്ട് ചെയ്യുന്നതിന്റെ പെയിനും അതുപോലെ തന്നെ താഴത്തെ മസിലൊക്കെ റിലാക്സ് ചെയ്ത് കുഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നതിന്റെയും പെയിൻ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള പെയിൻ നമുക്ക് ഈ എപ്പിഡ്യൂറൽ അനൽജേസിയ വഴി മാക്സിമം ഞാൻ പറഞ്ഞ പോലെ 95% വരെയും നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അയ്യോ ഇത് ഇഞ്ചക്ഷൻ എടുത്തുപോയി അതുകൊണ്ട് ഇനി സിസേറിയൻ ആയി പോവോ, അങ്ങനെ കേൾക്കാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ സിസേറിയൻ ആയി പോവോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കുന്നവരിൽ സിസേറിയൻ റേറ്റ് കുറയുന്നതായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഫാസ്റ്റർ ഡെലിവറി ആയിരിക്കും. അപ്പോൾ CS റേറ്റ് പൊതുവേ കുറവായിരിക്കും. പിന്നെ ചിലർക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് പുഷ് ചെയ്യാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അത് പക്ഷെ നമ്മൾ ആ ലാസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്ന മെഡിസിന്റെ ഡോസ് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. കാരണം ലാസ്റ്റ് സ്റ്റേജിനോടനുബന്ധിച്ച് പുഷ് ചെയ്യാറൊക്കെ ആവുമ്പോൾ നമ്മൾ ഉള്ളു പരിശോധന ചെയ്ത് പുഷ് ചെയ്യാറുള്ള ഫേസ് ആണെങ്കിൽ പിന്നെ അടുത്ത ടോപ്പപ്പ് എന്ന് പറയുന്ന മെഡിസിൻ ടോപ്പപ്പ് ചെയ്താണ് വരുന്നതല്ലോ. അപ്പൊ ആ ലാസ്റ്റത്തെ ഒരു ടോപ്പപ്പ് നമ്മൾ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഷ് ചെയ്യുന്ന പ്രോസസ്സിനൊന്നും വലിയൊരു പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് സിസേറിയൻ ആയി പോകുന്ന ആൾക്കാർ ഇല്ലാന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പിഡ്യൂറൽ അനൽജേസിയെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും പ്രഗ്നന്റ് ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് വേദനരഹിതമായിട്ടുള്ള ഒരു പ്രസവം വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക. പിന്നെ തികച്ചും ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതിന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ എത്രയും നേരത്തെ മാക്സിമം റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.